2 lamps controlled by 2 switches independently. അതായത് രണ്ട് ലാമ്പുകൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് സ്വിച്ചുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലേ ഔട്ട്. ഈ ലേ ഔട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ലാമ്പുകൾ എവിടെ വരണം, സ്വിച്ചുകൾ എവിടെ വരണം, സപ്ലൈ എവിടെ നിന്ന് കൊടുക്കണം, എത്രയാണ് കോൺഡ്യൂട്ടിൻ്റെ സൈസ്, നീളം, ഇതൊക്കെ ലേ ഔട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് പ്രകാരമാണ് നമ്മൾ വർക്ക് ബോർഡിൽ കോൺഡ്യൂട്ട്, മെറ്റീരിയൽസ്, ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ ഫിക്സ് ചെയ്യേണ്ടത് ഈ ലേ ഔട്ട് പ്രകാരമാണ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുക എന്നുള്ളത്. ലേ ഔട്ട്, സർക്യൂട്ട് ഡയഗ്രാം എന്നിവ നോക്കിയിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാം 15 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വേണ്ട കോപ്പർ വയറിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 15 15 30ആണ്. അതുപോലെ ഓരോ ലിമ്പും 15 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വയറിൻ്റെയും ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ടോട്ടൽ കോപ്പർ വയർ എത്ര വേണമെന്ന് നമുക്ക് അങ്ങനെ കിട്ടും. നമുക്ക് ഒരു ലാമ്പ് കണക്ട് ചെയ്യാൻ വേണ്ടത് ഒരു ലാമ്പ് ഹോൾഡർ, പിന്നെ ഒരു റൗണ്ട് ബ്ലോക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഒരു ലാമ്പിന് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 എണ്ണം ഉണ്ട്. അവ എല്ലാതും 2 എണ്ണം വെച്ച് വേണം. ഇനി സ്വിച്ചിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വേണ്ടത് 2 സ്വിച്ചുകളാണ്. രണ്ടും 1 വേ സ്വിച്ചുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 2 1 വേ സ്വിച്ച് വേണം. ഈ സ്വിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാങ് ബോക്സ് വേണം. അപ്പോൾ സ്വിച്ചുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഗ്യാങ് ബോക്സ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ അതുപോലെ ഇവിടെ സിംഗിൾ വേ സ്വിച്ചാണ്. നമുക്ക് ചിലപ്പോൾ 2 വേ സ്വിച്ച് വേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ സിംഗിൾ വേ സ്വിച്ച് 2 എണ്ണം എടുത്തു, ഗ്യാങ് ബോക്സ് 2 എണ്ണം എടുത്തു. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസും മെറ്റീരിയൽസും നമ്മൾ വർക്ക് ബോർഡിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ടൂൾസുകൾ പരിചയപ്പെടാം. ഹാമർ, പോക്കർ കുത്തുളിയാണ്, സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ടെസ്റ്റർ ഉണ്ട്, സ്ട്രിപ്പർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൂൾസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ പ്ലെയറും യൂസ് ചെയ്യാം. ഇനി നമുക്ക് വയറിംഗ് മെറ്റീരിയൽസ് നോക്കാം. ഗ്യാങ് ബോക്സ് ഉണ്ട്, 2 ഗ്യാങ് ബോക്സ് എടുത്തിട്ടുണ്ട്, 2 1 വേ സ്വിച്ചുകൾ എടുത്തിട്ടുണ്ട്, 1 വേ ആണ്. പിന്നെ അതുപോലെ ജംഗ്ഷൻ ബോക്സ്, 2 ജംഗ്ഷൻ ബോക്സ് ഉണ്ട്, റൗണ്ട് ബ്ലോക്ക് ഉണ്ട്, ബൾബ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ബ്ലോക്ക്, ലാമ്പ് ഹോൾഡർ, 2 ലാമ്പുകൾ. പിന്നെ ഇതൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് കോൺഡ്യൂട്ട് ഉണ്ട് കേട്ടോ. കോൺഡ്യൂട്ട് നമ്മൾ ലേ ഔട്ട് പ്രകാരം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാഡിൽ ക്ലിപ്പ് അല്ലെങ്കിൽ ക്ലാമ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ഉറപ്പിക്കാൻ നമ്മൾ സ്ക്രൂകൾ വേണം. അപ്പോൾ കുറച്ച് സ്ക്രൂകളും ഉണ്ട്. പിന്നെ ഇത് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പർ വയറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കോപ്പർ വയറും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലേ ഔട്ട് അനുസരിച്ച് നമുക്ക് കോൺഡ്യൂട്ടുകൾ വർക്ക് ബോർഡിൽ ക്ലാമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ലേ ഔട്ട് പ്രകാരം നമ്മുടെ കോൺഡ്യൂട്ട്, ജംഗ്ഷൻ ബോക്സ് എന്നിവ വർക്ക് ബോർഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക. സാഡിൽ ക്ലിപ്പ്, സ്ക്രൂ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ജംഗ്ഷൻ ബോക്സും കോൺഡ്യൂട്ടുകളും തമ്മിൽ ഫിക്സ് ചെയ്യുക, അവ തമ്മിൽ കണക്റ്റ് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ലേ ഔട്ട് പ്രകാരമുള്ള ആ ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വർക്ക് ബോർഡിൽ ഫിക്സ് ചെയ്ത് വെക്കണം. അതിന് നമ്മൾ സാഡിൽ ക്ലിപ്പ്, സ്ക്രൂ എന്നിവ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാഡിൽ ക്ലിപ്പ് ആദ്യം ഫിക്സ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഹോൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം പോക്കറും ഹാമറും യൂസ് ചെയ്തിട്ട് ഹോൾ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഹോള് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സാഡിൽ ക്ലിപ്പ് സ്ക്രൂ ചെയ്ത് വെക്കുക. അങ്ങനെ അതുപോലെ നന്നായിട്ട് സ്ക്രൂ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ കോൺഡ്യൂട്ടിലും നമ്മൾ സാഡിൽ ക്ലിപ്പ് ഫിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് ഉറപ്പിച്ച് വെക്കണം. അപ്പോൾ നന്നായിട്ട് സ്ക്രൂ ചെയ്ത് വെക്കുക. അങ്ങനെ എല്ലാ കോൺഡ്യൂട്ടിലും സാഡിൽ ക്ലിപ്പ് നമ്മൾ ഫിക്സ് ചെയ്യണം. നമ്മൾ ലേ ഔട്ട് പ്രകാരം കോൺഡ്യൂട്ട് അല്ലെങ്കിൽ PVC പൈപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാമ്പും സ്ക്രൂവും വെച്ചിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വയറിങ് ചെയ്യണം.
അപ്പോൾ നമ്മൾ വയർ ചെയ്ത് തുടങ്ങുകയാണ്. സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ചിട്ടാണ് നമ്മൾ വയർ ചെയ്യേണ്ടത്. നമ്മൾ വയർ ചെയ്യാണ്. സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ചിട്ട് ന്യൂട്രൽ, ഫേസ് ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, വയറിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വയറിങ് ചെയ്തതിന് ശേഷം റൗണ്ട് ബ്ലോക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൗണ്ട് ബ്ലോക്കിൽ 2 ഹോൾസ് ഉണ്ടാകും. ആ ഹോൾസിലൂടെ നമ്മൾ ഫേസ് അതുപോലെ തന്നെ ന്യൂട്രും സെപ്പറേറ്റ് ആയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്വിച്ചുകളിൽ വയർ കണക്ട് ചെയ്യുക, അതുപോലെ ലാമ്പ് ഹോൾഡറിലും വയർ കണക്ട് ചെയ്യുക എന്നുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വിച്ച് കണക്ഷൻ കൊടുക്കുക, സ്വിച്ചുകൾ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. 2 1 വേ സ്വിച്ചുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ചിൽ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം നോക്കിയിട്ട് കണക്ഷൻ കൊടുക്കുക. നമ്മൾ സ്വിച്ചുകൾ 2 സ്വിച്ചുകളും 2 ലാമ്പ് ഹോൾഡേഴ്സും കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യണം, റൗണ്ട് ബ്ലോക്കിലേക്കും അതുപോലെ തന്നെ ഗ്യാം ബോക്സിലേക്കും ഇത് സ്ക്രൂ ചെയ്താണ്ട് ഉറപ്പിക്കണം. നമ്മുടെ കണക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാതും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഉറപ്പിച്ച് വെക്കണം. ഇനി നമുക്ക് ലാമ്പുകൾ ഫിക്സ് ചെയ്യാം. ലാമ്പുകൾ ഫിക്സ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ സപ്ലൈ ന്യൂട്രും ഫേസും നമ്മൾ കൊടുക്കുകയാണ്. അത് നമ്മൾ ന്യൂട്രൽ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫേസും കൊടുത്തു. ഇനി നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്തു. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ കണ്ടീഷൻ പ്രകാരം S1 നമ്മൾ ഓൺ ചെയ്യുമ്പോൾ L1 കത്തണം. അത് ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് ഓഫ് ആവാൻ വേണം. ഇനി S2 നമ്മൾ ഓൺ ചെയ്യുമ്പോൾ L2 കത്തണം. S2 ഓഫ് ചെയ്യുമ്പോൾ L2 ഓഫ് ആവാൻ വേണം. ഇത്രയുമാണ് നമ്മളുടെ വർക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് സപ്ലൈ ഓഫ് ചെയ്യണം. എന്നിട്ട് മെയിൻ സപ്ലൈ നമ്മൾ റിമൂവ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാതും നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക. നമ്മൾ സപ്ലൈ റിമൂവ് ചെയ്തു, ലാമ്പുകൾ ഊരി വെച്ചു. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു വെച്ചതിന് ശേഷം നമ്മൾ വർക്ക് ബോർഡ് ക്ലീൻ ചെയ്ത് വെക്കുക. ഇത്രയാണ് നമ്മുടെ വർക്ക് വരുന്നത്.